അമ്പലപ്പുഴയിൽ സ്വതന്ത്രരായി മത്സരിക്കാനുള്ള ജി സുധാകരന്റെ പ്രഖ്യാപനത്തോട് അത്യാവശ്യത്തോടെയുള്ള പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സുധാകരന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോഴും പിന്തുണ നൽകുന്നത് മുന്നണി ആലോചിച്ച് തീരുമാനിക്കും എന്ന തരത്തിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. സുധാകരന്റെ തീരുമാനം തിരുത്താനുള്ള സാധ്യത അടഞ്ഞ ശേഷം മാത്രം മതി പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതുള്ളൂ എന്നതാണ് അവരുടെ നീക്കം. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPM-മായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. കിരൺ ബാബു ചേരുന്നു. കിരൺ, സുധാകരൻ നിലപാട് മാറ്റാനുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നു. ഈ തിരിച്ചറിവിലാണോ കോൺഗ്രസ് ഇങ്ങനെ ഒരു ലൈൻ എടുക്കുന്നത്? സജിത്ത്, ഒന്ന് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ജി സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി താൻ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയാനോ ഇനി ഒരിക്കൽ വീണ്ടും സ്ഥാനാർത്ഥം പിൻവലിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിൻ്റെ വഴി അത് പൂർണ്ണമായും അടയ്ക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായിരുന്നു. പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്നത് തനിക്ക് സന്തോഷമാണ്, താൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ജി സുധാകരൻ ഉന്നയിക്കുന്നില്ല. ജി സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിക്കുമ്പോൾ തന്നെ തനിക്ക് ഇനിയും ഒരു അനുനയത്തിൻ്റെ വഴിയുണ്ട്, അല്ലെങ്കിൽ ഇനിയും അത്തരം ഒരു സാധ്യത ഉണ്ട്, അത് പൂർണ്ണമായും അടയ്ക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടന്നത്. അതിനുശേഷം CPM-ന്റെ ജില്ലാ സെക്രട്ടറി R. നാസർ സംസാരിക്കുമ്പോഴും R. നാസറും ഒരു കടന്നാക്രമണത്തിന് തയ്യാറാവുന്നില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ചാടിക്കയറി പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും നാളെ ഇനി സുധാകരൻ ഈ പ്രശ്നം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നാണം കെടുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തൽക്കാലം ആലോചിച്ച് മതി തീരുമാനമെടുക്കുന്നത്. സുധാകരൻ അങ്ങനെ ഒരു വാക്ക് കോൺഗ്രസ്സുകാർക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കാമെന്നൊരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല എന്നതുകൂടിയുണ്ട്. സുധാകരനെ പോലെ ഒരു നേതാവിന് അത്തരം ഒരു ഘട്ടത്തിൽ മറിച്ചു പോകാനുള്ള സാധ്യത കോൺഗ്രസ്സുകാർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആലോചിച്ച ശേഷം മാത്രം മതി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. തൽക്കാലം ഇതിനെ സ്വാഗതം ചെയ്യുക, ഈ ഒരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷം ഉപയോഗിക്കുക. അതിനപ്പുറത്തേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒഴിവാക്കിക്കൊണ്ട് ജി സുധാകരന് പിന്തുണ നൽകുന്ന ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം വന്നാൽ അപ്പോൾ എടുക്കാം. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. യെസ്, അതാണ് കോൺഗ്രസിന്റെ ലൈൻ. എന്തായാലും കോൺഗ്രസും കരുതലിലാണ്, പ്രതീക്ഷയിലാണ് ഇപ്പോഴും എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.